സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 3 മരണം. കണ്ണൂർ കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു. ചൂട്ടാട് അഴിമുഖത്ത് കനത്ത കാറ്റിൽ ഫൈബർ ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ഇടുക്കി ഉടുമ്പൻചോലയിൽ മരമൊടിഞ്ഞു വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയും കാറ്റും തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 3 മരണം. കണ്ണൂർ കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു. പെരുവ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. കണ്ണൂർ ചൂട്ടാട് അഴിമുഖത്ത് കനത്ത കാറ്റിൽ ഫൈബർ ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. തമിഴ്നാട് പുത്തുന്തറ സ്വദേശി ആന്റണിയാണ് മരിച്ചത്. ശക്തമായ കാറ്റിൽ ഫൈബർ ബോട്ട് മണൽത്തിട്ടയിൽ ഇടിച്ചു മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റാണ് ആന്റണി മരിച്ചത്. പരുക്കേറ്റ സെൽവ ആന്റണി, ലേല അടിമ എന്നിവർ ചികിത്സയിൽ. ഉടുമ്പൻചോലയിൽ മരമൊടിഞ്ഞു വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. തമിഴ്നാട് തേനി ഉത്തമപാളയം സ്വദേശി ലീലാവതിയാണ് മരിച്ചത്. തൃശൂർ പീച്ച് ഡാമിന്റെ ഷട്ടറുകൾ നാളെ കൂടുതൽ ഉയർത്തും. കനത്ത മഴയെ തുടർന്ന് കൊല്ലം ജില്ലയിലെ തെന്മല ഡാം തുറന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയും കാറ്റും തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്നു 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. വടക്കൻ കേരളത്തിൽ പ്രത്യേക ജാഗ്രത തുടരണം. നാളെ മുതൽ അടുത്ത 3 ദിവസം മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ തുടരാനും സാധ്യതയുണ്ട്. കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.